തള്ള ഒരു കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് വന്നത്. ആ അപ്ഡേഷനാണ് ഇപ്പോൾ ഒരു ലഹള മുട്ടനടി നടന്നിട്ട് നിൽക്കുകയാണ്. വിഷയം ഇന്ന് മുഴുക്ക അടി ലഹള തന്നെ അതിനകത്ത്. വിഷയം എന്താണെന്ന് അറിയാമോ? തൊടാൻ പാടില്ലാത്തടത്ത് തൊട്ടു, ജാസുവിനെ തൊട്ടു, മൊത്തം തിളച്ച് മറിയുകയാണ്. ഗബ്രിയണം ഭയങ്കര ചൂടില്ല. ജാസു കാമത്തവളെ കൊണ്ടുവന്ന് ബിഗ് ബോസ് ജയിലിലാക്കിയിട്ടുണ്ട്. ജയിലിലാക്കിയ കാമത്തവളെ കണ്ട് വേദന സഹിക്കവേ നെഞ്ച് പൊട്ടി. പ്രത്യേകിച്ച് ജിൻഡോ കാമപ്പൻ്റെ കൂടെയാണ് കൊണ്ടാക്കിയിരിക്കുന്നത്. ജിൻഡോ പണ്ട് ഇങ്ങനെ തൊടാൻ ശ്രമിച്ചത് തന്നെ അവൻ കൈവച്ച് ബ്ലോക്ക് ചെയ്ത ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. നിങ്ങളാരും കണ്ടില്ല, ഞാനത് പ്രത്യേകിച്ച് എടുത്ത് നോക്കിയായിരുന്നു. അന്ന് തന്നെ ഇവന് മനസ്സിലായി അവസരം കിട്ടുമ്പോൾ ഇവളെ കയറി അവൻ തൊടുകയും പിടിക്കുകയും ചെയ്യും. നമ്മളെ ജാസു ആണെങ്കിൽ പിന്നെ തൊടുന്നത് ഇഷ്ടമാണ്, ഓക്കെ അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞ് കൈയും വീട്ടി കൊടുക്കുകയും ചെയ്യും. ഈ രണ്ടിനെയും വിലക്കാനും ഒക്കത്തില്ല, രണ്ടിനെയും വിശ്വസിക്കാനും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മൊത്തത്തിൽ ബ്ലാസ്റ്റ് ഔട്ടായി നമ്മുടെ ഗബ്രി. അടിച്ചു പിടിച്ചുകൊണ്ട് നിന്നിട്ട് എന്തൊരു ബഹളമെന്നറിയാമോ? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് പാചകം അറിയില്ലെങ്കിൽ പാചകം പഠിക്കുക എന്ന ഒരു ഇതിൽ നമ്മുടെ അഭിഷേക് കെ അവിടെ പോയി നിന്നിട്ട് ചപ്പാത്തി ഉരുട്ടി കളിക്കുന്നുണ്ട്. ചപ്പാത്തി ഉരുട്ടി കളിക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഏകദേശം ഗബ്രിക്ക് മനസ്സിലായി ഇത് പണിയാണ്. കാരണം ഇവരൊക്കെ തന്നെ വന്ന് നിന്ന് അൻസിബയെ സഹായിക്കുന്ന ഒരു ടീമുണ്ട്. അതൊരു പ്രശ്നമുള്ള ടീമാണ്. കാരണം ഏറ്റവും കൂടുതൽ പിന്നെ എക്സ്പോസ് ചെയ്യപ്പെടുക തൻ്റെ കാമത്തവളയായിരിക്കും എന്നുള്ള ശരിയായ ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഗബ്രി ടെൻഷനിലായി. ആ ടെൻഷൻ ശരിക്കും അവൻ കാണിക്കുകയും ചെയ്തു. അൻസിബ എടി പറഞ്ഞോട്ട് അങ്ങോട്ട് ചാടി കയറുന്നുണ്ട്. അല്ലടാ നീ എനിക്ക് ഈ വഴി പോകുന്ന പാടുന്ന എല്ലാ പെണ്ണുങ്ങളെ എടി എന്ന് വിളിക്കുമ്പോൾ എന്ത് സുഖം കിട്ടുന്നടാ, അത് മനസ്സിലാകുന്നില്ല. ആ പെങ്കൊച്ചിൻ്റെ തലയിലോട്ട് ഇപ്പോൾ പാനി കയറാൻ നിനക്കുള്ള അന്നമല്ലേ ആ പെണ്ണുണ്ടാക്കുന്നത്. തുപ്പിയിട്ട് ഉണ്ടാക്കി തന്നാൽ നീ തിന്നുമായിരിക്കും. കാരണം ലവളങ്ങനെയാണല്ലോ ചെയ്തു കൊടുക്കുന്നത്. ആരി നമ്മുടെ ജാസു അതിനകത്ത് പോയതിൻ്റെ ദേഷ്യം മുഴുക്ക ഒന്നടങ്കം അങ്ങോട്ട് ചെന്നങ്ങ് പൊട്ടിത്തെറിച്ച് ആ പെണ്ണിൻ്റെ തലയിലോട്ട് ഒരു ചാഞ്ഞ് കയറ്റമാണ്. അത് അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് എല്ലാവണ്ണം പോയി നിൽക്കുന്നുണ്ട്. വാഴസായി അവിടെ നിൽപ്പുണ്ട്, വിടാതെ. ഏറങ്ങാണം വിട്ടാൽ തീർന്നു, അത്രയേ ഉള്ളൂ. എങ്ങനെ വലിച്ചു കയറ്റി പിടിച്ചോണ്ട് അവിടെ പോയി നിൽപ്പുണ്ട്. ഇവിടെ എന്താണ് ഈ നടക്കുന്നത്? എൻ്റെ പ്രസൻസ്, ക്യാമറ എന്തായാലും അങ്ങോട്ട് ഫോക്കസ് ചെയ്യും, എന്നാൽ എൻ്റെ പ്രസൻസ് ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി വാഴ അവിടെ പോയി നിൽപ്പുണ്ട്. ഇതൊക്കെ സംഭവമാമി യോഗിക ഒരു പ്രശ്നമില്ല. ചുമ്മാ 2 ചപ്പാത്തി ചോദിച്ചാൽ 2 ചപ്പാത്തി അങ്ങ് എടുത്ത് അണ്ണാക്കി കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. ചപ്പാത്തിയല്ല ഇവിടുത്തെ പ്രശ്നം ഈഗോയാണ്. അൻസിബയാണ് ഏറ്റവും കൂടുതൽ ലവളുമായിട്ട് ലവളുമായി വഴക്കിട്ടപ്പോൾ അവളിരുന്ന് മോങ്ങിക്കൊണ്ട് ഒരു സ്ക്രൂ കയറ്റി കൊടുത്തു. തലയണ മന്ത്രം ഏറ്റു, അത് പ്രശ്നമായി. ഇനി നമുക്ക് ഇത് ഗബ്രിയുടെ വീടായിട്ടൊന്ന് ഇമാജിൻ ചെയ്യാം. ഗബ്രിയുടെ വീട്ടിൽ ഗബ്രിയുടെ പെങ്ങൾ ചപ്പാത്തി ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. 2 ചപ്പാത്തി താ പെങ്ങളെ എന്ന് ഗബ്രി ചോദിക്കുകയാണ്. അപ്പം തന്നെ ജാസു പറഞ്ഞ തലേന്ന് രാത്രി ഉപദേശിച്ചു കൊടുത്ത തലയണ മന്ത്രത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇന്ന് ആ വീട്ടിൽ അവൻ കാണിച്ചു. ഇവനെയാണ് ഇവള് കെട്ടുന്നതെങ്കിൽ തീർന്ന് പോളി സാധനം. ആ കുടുംബക്കാർ മാറി താമസിക്കുന്നതായിരിക്കും ശരി. ഒന്നാമത് ശുദ്ധവും വൃത്തിയില്ല. 2 ഉണ്ടാക്കുന്ന ചായ എല്ലാം ചായയും മൂക്കളയൊക്കെയാണ് തരുന്നത്. 3 ഒരു കുന്തം ഉണ്ടാക്കാനും അറിഞ്ഞൂടെ. അവൻ ഉണ്ടാക്കുക, അവൾ തിന്ന്, നിങ്ങൾ വഴി നോക്കി പോകുന്നതായിരിക്കും സെറ്റ്. ഇന്നത്തതിനകത്ത് കൃത്യമായിട്ടുണ്ട് ഗബ്രി എന്ന് പറയുന്ന പാവാടയിൽ തൂങ്ങി അല്ലെങ്കിൽ സാരിയിൽ തൂങ്ങിയ കൃത്യമായ അവൻ്റെ ആ ഹെൻപെക്ഡ് ഡെവിളിൻ്റെ ഫേസ്. അഭിഷേക് തീരെ കേണയാനാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അത് മറ്റൊരു വാഴയാണെന്നാണ് എനിക്ക് തോന്നി. പക്ഷെ അല്ല കേട്ടോ, അവന് ചുണയുണ്ട്. അവൻ പറഞ്ഞു ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു, നീ അവളുടെ സാരി തുമ്പാണ്. സത്യമാണ്. അങ്ങനെ അവനും മനസ്സിലായിട്ടുണ്ട്, മൊത്തം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അയ്യോ റസ്മിനക്കച്ചി ലസ്ബി ചേച്ചി അങ്ങോട്ട് ചെന്നിട്ട് പറയുന്നുണ്ട്, പറ്റൂല, നീ എന്തിനാണോ അങ്ങനെ പറഞ്ഞത്? ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത് നീ പറയും എന്നുള്ള ടൈം പറഞ്ഞപ്പം അവൾ അടങ്ങി. കൂടുതൽ ഇത് എടുത്ത് തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇനി വലിയ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് റസ്മിനക്കച്ചി ഒന്ന് അടങ്ങി ഒരു മൂലയിൽ ഇരിപ്പുണ്ട്. അയാൾ പരാതിയോ പരാതി എന്ത് തന്നെ ആയാലും ജാസ്മിൻ അതിനകത്ത് പോയതിൻ്റെ ഫ്രസ്ട്രേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. അൻസിബി അത് പറയുന്നുണ്ട്, നിന്റെ പെണ്ണതിനകത്ത് പോയതിൻ്റെ ടെൻഷനല്ലേ നീ എൻ്റെ തലയിൽ തീർക്കുന്നതെന്ന്. അപ്പോൾ അവർക്കൊക്കെ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ആരവരെ കെട്ടിച്ചില്ലെങ്കിലും ഹൗസ് മേറ്റ്സ് എല്ലാവരും കൂടെ ഇവരെ കെട്ടിച്ച് അടങ്ങുള്ളൂ എന്നുള്ളതാണ് ഞാൻ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. സത്യത്തിൽ നിരാശ ഉണ്ട് എനിക്ക്. ഇങ്ങനെ ആയിരുന്നില്ല. അത് മാത്രമല്ല, ഇവൻ്റെ ഒരു വരവും തുള്ളിച്ചാട്ടമൊക്കെ കണ്ടാൽ കുന്നിക്കുരു ഓടിക്കൊണ്ട് വരികയാണ് അൻസിബയുടെ അടുത്ത്. എൻ്റെ പൊന്നി ചെറുക്ക, അപ്പോൾ ആ കൈവാക്കിനങ്ങ് പോയി നിൽക്കരുത്. അവൾ കയ്യെങ്ങാണ്ട് എടുത്ത് അങ്ങോട്ട് ഇട്ടാൽ നീ ട്രെയിൻ കയറിയണൊക്കെ ആയിപ്പോവും. പെണ്ണ് അത്രയും വയലൻ്റായി നിൽക്കുകയാണ്. പകൽ മുഴുക കിടന്ന് ഇല്ലാത്ത അടിയും ബഹളവും ഉണ്ടാക്കി. മനഃപൂർവ്വമായി അവളെ അങ്ങോട്ട് നോമിനേറ്റ് ചെയ്തു എന്നൊരു കാര്യം തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ജാസ്മിൻ. പോകുന്നതിന് മുമ്പേ ജാസു ഒക്കെ അത്രയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സാധനം അവരുടെ തലയിൽ ഇങ്ങനെ കിടന്നങ്ങനെ പരവുകയാണ്. അവൾക്ക് വേണ്ടി വക്കാലത്ത് പറയാതെ നിനക്ക് വേണ്ടി കളിക്കടാ പോങ്ങ. വെളിയിലിറങ്ങിയാലും ആ പെണ്ണ് നിന്നെ തേക്കും. ഓൾറെഡി ഒരുത്തനെ തേച്ച് നിന്റെ തലയിൽ തൂങ്ങി അവൾ നിന്നെ തേക്കും. അവൾക്ക് വേണ്ടിയിട്ട് വെറുതെ ബാക്കിയുള്ളവരോട് ശത്രുത പിടിച്ചു പറ്റണോടാ പോട്ടെ, നമ്മളായിട്ട് ഇനി ഒന്നും പറയുന്നില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. ജാസു അതിനകത്തായി, ഇങ്ങേര് പുറത്തായി. രാത്രിയുള്ള ലീലാവിലാസങ്ങൾക്ക് ഒരു തടയായി. കാരണം അതിനകത്ത് കിടക്കുന്നവൻ അവരാണ്. പിന്നെ അവർ തമ്മിൽ എന്തെങ്കിലും ലീലാവിലാസം ഉണ്ടാകുമെന്നുള്ള ടെൻഷനും ഉണ്ട്.
ആകെ മൊത്തത്തിൽ ഈ ടെൻഷൻ എല്ലാം കൂടെ തലയിൽ കയറി തലയൊന്നും ചൂടായതാണ്. വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അവിടെ കൂട്ടയടി, ആരെങ്കിലും ഒരാൾ മിഞ്ചു എന്ന് വിചാരിക്കുന്നത്. പക്ഷേ എല്ലാവരോടും ഒന്നിച്ചു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനമുണ്ടാവും. ആഹാരമാണ് പ്രശ്നം. കിച്ചൺ ടീമിനെ ഇനിയെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് ജാസുവിനെ ഒഴിവാക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ പ്രാവശ്യവും അവൾ ബാത്റൂം ക്ലീനറായിരുന്നു, അവിടെയും അടിയായിരുന്നു, ഇവിടെയും അടിയായിരുന്നു. ഇത്രയധികം എന്താ പറയുക, ഇറിറ്റേറ്റഡായ ടോക്സിക്കായ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ എങ്ങനെ പൊതുജനം ജീവിക്കുമെന്ന് എനിക്കറിയത്തില്ല. കുടുംബക്കാർ ജീവിച്ചു പോകും, കാരണം ഇവൾ കൊണ്ടുവരുന്ന പണം കൊണ്ടാണല്ലോ അവർ ജീവിക്കുന്നത്. പക്ഷെ ബാക്കിയുള്ളവരത് സഹിക്കണമെന്നുള്ളത് കഷ്ടം തന്നെ. അങ്ങനെ ഒരാളെ റെസ്പെക്റ്റ് ഇല്ല, ഒരാളോട് മര്യാദയില്ല, എന്തും വളച്ചൊടിച്ചുകൊണ്ട് വക്രീകരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ പെൺകുട്ടിയുടെ മുൻപോട്ടുള്ള ലൈഫ് എന്തരാവുമോ എന്തോ ആർക്കറിയാം. എന്തിനേ അവൾ വേറെ രീതിയിൽ അവളുടെ ഭാഗത്തേക്ക് വളച്ചു കൊണ്ടുവരും. ഇത്രയധികം ക്യാമറകൾ, ഇത്രയധികം ജനങ്ങൾ ഇത് കാണുന്നുണ്ടുള്ളൊരു പൊതുബോധം ആ പെണ്ണിന് ഇല്ലാതെ പോയതല്ലോ. കഷ്ടം, സഹതാപം മാത്രം, വേറെ ഒന്നും പറയാനില്ല. ഈ വാഴ ഗപ്രിയെ നല്ല പേരാണ് അവൻ കൊടുത്തത്, സാരിത്തലപ്പ് വാഴ, അത്രയേ ഉള്ളൂ. വാഴ എന്ന് പറഞ്ഞാൽ വാഴ ആത്മഹത്യ ചെയ്യും, അതാണ് സംഗതി. കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. തൽക്കാലം ഇത്രയേ ഉള്ളൂ. ഗപ്രി അൻസിബ വഴക്ക്.